ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടും അതേപോലെ തന്നെ ചെറിയൊരു jQueryയിലെ ഒരു ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ ഒരു മെത്തേഡിനെ കുറിച്ചാണ്. അതായത് ബിഫോർ. അതായത് നമ്മളൊരു ബട്ടണിലോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നീട് നമ്മുടെ സ്ക്രീനിൽ എന്ത് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാനാണ്. അതിന് ബിഫോർ എന്ന് പറഞ്ഞാൽ പിന്നീട്, അതായത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ടാഗാണോ കൊടുത്തത് അതിൻ്റെ മുമ്പിൽ, ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പിൽ നമുക്ക് എന്താണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് അത് തീരുമാനിക്കാൻ വേണ്ടിയാണ് ബിഫോർ എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ നമ്മളൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ താഴെ രണ്ട് പി എന്നില്ല, അതായത് പാരഗ്രാഫ് ടാഗും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പി എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുത്ത ടാഗാണ്. ബിഫോർ അതിൻ്റെ മുമ്പ്, അതായത് പി എന്നുള്ള ഈ രണ്ട് ടാഗിൻ്റെ മുമ്പ് എന്താണോ നമുക്ക് ടെക്സ്റ്റ്, എന്ത് ടെക്സ്റ്റാണോ നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് അത് തീരുമാനിക്കപ്പെടും. ഒരു പി ടാഗിൽ ഒരു HTML ടാഗ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് HTML ടാഗ് അല്ല, എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഡോം മാനിപ്പുലേഷൻ ചേർത്ത് കൊടുക്കാം, അതേപോലെ തന്നെ jQueryൻ്റെ ഏതെങ്കിലും ഫയലുകൾ ചേർത്ത് കൊടുക്കാം. അങ്ങനെ മറ്റു പല കാര്യങ്ങളും നമുക്ക് ഈ ബിഫോർ എന്നുള്ള ഈ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു HTML ടാഗാണ്. അപ്പോൾ അത് നമുക്കിവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ട രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഞാനിവിടെ റൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ടെക്സ്റ്റിന് മുമ്പ് നമുക്ക് ആ മെസ്സേജ് ഇവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമ്മൾ എന്താണോ, അതായത് ഇത് രണ്ടും നമ്മൾ ആ കോഡിൽ കൊടുത്ത, അതായത് പി എന്നുള്ള ഈ ടാഗിൻ്റെ ഈ ഭാഗത്ത് കൊടുത്തതാണ്, ഈ രണ്ട് ടാഗാണ്. ഇതിൻ്റെ മുമ്പിലാണ് നമുക്ക് ആ വാല്യൂസ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടിൻ്റെയും ബിഫോർ എന്ന് പറയുമ്പോൾ മുമ്പിലായിട്ട് നമുക്ക് ഈ രൂപത്തിൽ വാല്യൂ പ്രിൻറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച jQuery ബിഫോർ എന്ന മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.